ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. UAEയിൽ വർക്ക് പെർമിറ്റിനായി ഇനി കാത്തിരിക്കേണ്ട. സെക്കൻഡുകൾക്കുള്ളിൽ വർക്ക് പെർമിറ്റ് ലഭിക്കുന്ന മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. UAEയിൽ വർക്ക് പെർമിറ്റ് കോട്ട ലഭിക്കുന്നതിന് സെക്കൻഡുകൾ മാത്രം മതി. നേരത്തെ 10 ദിവസമായിരുന്നു നടപടികൾക്കായി വേണ്ടിയിരുന്നത്. മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൽ സജ്ജമാക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലൂടെയാണ് നിമിഷങ്ങൾക്കകം തൊഴിലനുമതി ലഭിക്കുന്നത്. ജനുവരി മുതൽ ഡിസംബർ 10 വരെയുള്ള കാലയളവിൽ 1.3 കോടി വർക്ക് പെർമിറ്റിന് അനുമതി നൽകിയതായി മന്ത്രാലയം വിശദീകരിച്ചു. AI, ഓട്ടോമേഷൻ എന്നിവയുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതിനാലാണ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനായതെന്ന് മന്ത്രാലയം അറിയിച്ചു. സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തന നിലവാരവും തൊഴിലാളികളുടെ ആവശ്യകതയും AI ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് മുൻകൂട്ടി കോട്ട അനുവദിക്കുന്നത്. അധിക കോട്ട ആവശ്യമായി വരുമ്പോൾ സ്വയം പരിശോധിച്ച് അംഗീകാരം നൽകാൻ ഈ സംവിധാനത്തിന് സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോള ടൂറിസം രംഗത്ത് UAE മുന്നേറുന്നു. ഹോട്ടൽ താമസ നിരക്കിൽ റെക്കോർഡ് വർധനവ്. മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഈ വർഷം കുതിച്ചുയർന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി UAE മാറുന്നു. ഈ വർഷം ആദ്യ 10 മാസങ്ങളിൽ UAEയിലെ ഹോട്ടൽ താമസം 79.3%-ലെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 78% താമസ നിരക്ക്. ഹോട്ടൽ മേഖലയിൽ നിന്നുള്ള വരുമാനത്തിലും വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ഈ 10 മാസത്തിനിടെ 89 ബില്യൺ ദിർഹം ഹോട്ടൽ വരുമാനമായി ലഭിച്ചു. രാജ്യവ്യാപകമായി 1243 ഹോട്ടലുകളിലായി 2,16,000-ത്തിലധികം മുറികൾ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. UAEയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ നല്ലൊരു ശതമാനം ഇപ്പോൾ ടൂറിസം മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. രാജ്യത്തിന്റെ GDPയുടെ 13% സംഭാവന ചെയ്തിട്ടുള്ളത് ടൂറിസം മേഖലയായിരുന്നു. നിലവിൽ 9,20,000-ത്തിലധികം ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ടൂറിസത്തിന്റെ GDP സംഭാവന 17% ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിനോദസഞ്ചാരത്തിന് പുറമെ UAEയെ ഒരു ആഗോള നിക്ഷേപ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പാണിത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് UAE. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലേക്കും സൗദിയിലേക്കും വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇരു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു. സൗദി അറേബ്യയുടെയും ഇന്ത്യയുടെയും പാസ്പോർട്ട് ഉടമകൾക്ക് സന്തോഷ വാർത്ത. ഇരു രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ ഇനി വിസ ആവശ്യമില്ല. ഇരു രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ അനുമതി നൽകുന്ന കരാറിൽ സൗദി അറേബ്യയും ഇന്ത്യയും ഒപ്പിട്ടു. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉടമകൾ, പ്രത്യേക പാസ്പോർട്ട് ഉടമകൾ, സർക്കാർ തലത്തിലുള്ള ഔദ്യോഗിക പാസ്പോർട്ട് ഉടമകൾ എന്നിവർക്ക് വിസ ഇളവ് നൽകുന്നതാണ് കരാർ. റിയാദിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാനും സൗദി വിദേശ മന്ത്രാലയം പ്രോട്ടോകോൾ അണ്ടർ സെക്രട്ടറി അബ്ദുൽ മജീദ് ബിൻ റാഷിദ് അൽ സമാരിയും ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചു. സൗദി ഇന്ത്യ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനാണ് നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.